ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇതൊരു സാറ്റർഡേ ഞങ്ങൾ എറണാകുളത്തേക്ക് സിസ്റ്ററിനോടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇതാട്ടോ. ഞങ്ങൾ സാറ്റർഡേ പോയിട്ട് സൺഡേ ആണ് തിരിച്ചു വന്നത്. സോ ഞാനും ഹസ്ബൻഡിനും കുട്ടികളും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സിസ്റ്ററിനോട് വീട്ടിലെത്തി. അവർ വീട് പാലാരിവട്ടം ആ ഒരു ഭാഗത്താണ് അവർ വീട് വരുന്നത്. സോ ഞങ്ങൾ പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഒന്ന് വിക്രമിന് എറണാകുളത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് സിസ്റ്ററിലൂടെ താഴെയുള്ള മോള് നവനീത എന്നാണ് പേര്. മോളുടെ ബർത്ത്ഡേ ചെറിയ രീതിയിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടൊരു ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും അതിൽ പങ്കുചേർന്നു. ആൻഡ് ഇതിപ്പോൾ ഞങ്ങൾ എവിടെയാണ് എറണാകുളത്ത് ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ അതുപോലെ തന്നെ സിസ്റ്ററിനോട് മൂത്ത മോള്, അതായത് ആദി പിന്നെ വിക്രം കൂടിയിട്ട് ഞങ്ങൾ KR ബേക്കേഴ്സ് എന്നാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഫോറസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 കിലോ ഓരോ കിലോ വെച്ചിട്ട് 2 കേക്കാണ് ഓർഡർ ചെയ്തത്. സോ ഇപ്പോൾ ഇത് കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സോ സെൻറ്ററിൽ നിൽക്കുന്നതാണ് നവനീത, അവരുടെ മോളുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. പിന്നെ എൻ്റെ മോനവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നവനീതയും അതുപോലെ അർജുനും, അതായത് എൻ്റെ മൂത്ത മോനും ഒരേ വയസ്സാണ്. അവർക്ക് മാസ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ അർജുൻ ഡിസംബറിലാണെങ്കിൽ നവനീത ഫെബ്രുവരിയിൽ. സോ ഇതാണ് സിസ്റ്റർ-ഇൻ-ലോ, അത് അവരുടെ ഹസ്ബൻഡ്. പിന്നെ ഇതാണ് അമ്മ, ഇതവരുടെ അച്ഛനാണ്. പിന്നെ ഇതൊരു അതായത് സിസ്റ്ററിലൂടെ ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങളുടെ മക്കളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് മൂത്തക്കുട്ടി ആദി, നവനീത, ആരതി എന്നാണ് മൂത്തക്കുട്ടിയുടെ പേര്. പിന്നെ സിസ്റ്ററിനോടെ പേര് രേഖ എന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്ത് പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ കാണാം. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കളികളും, അതായത് മ്യൂസിക്കൽ ചെയർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. 3-4 ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ ഒരു രസമല്ലേ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ മ്യൂസിക്കൽ ചെയർ, അതുപോലെ തന്നെ ഹെഡ് ഷോൾഡർ നീ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം, അതുപോലെ വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനത്തെ ഗെയിംസുകളും കാര്യങ്ങളും പിന്നെ ഫുഡും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു കുഞ്ഞൊരു വ്ളോഗായിരുന്നു. ഞാൻ അധികം അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ തന്നെയാണ്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഞങ്ങളന്നൊരു അവിടെ സ്റ്റേ ചെയ്തു. സാറ്റർഡേ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ സൺഡേ ആണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ നടവരുമ്പത്ത് അന്ന് സാറ്റർഡേ സൺഡേ അമ്പ് പെരുന്നാളായിരുന്നു. പക്ഷെ നമുക്കിവിടുത്തെ പെരുന്നാൾ കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ, അത് കഴിഞ്ഞ് സൺഡേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഈ വെടിക്കെട്ടും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഗെയിം, എന്താ പറയുക, ഒരു സിനിമ പേരൊക്കെ വെച്ചിട്ട് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ, അങ്ങനത്തെ ഒരു ഗെയിമാണ് കേട്ടോ അവർ കളിക്കുന്നത്. അങ്ങനെ 2-3-4 ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രസമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ കുട്ടികൾക്കും ഒരു രസമാണ് ഇതുപോലെ അവരുടെ ഫ്രണ്ട്സുകൾ മാത്രമായിട്ടുള്ളൊരു ചെറിയ രീതിയിലായാലും അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്, അവർക്ക് ഒരു സന്തോഷമാണ് എല്ലാവരും കൂടുന്നതും ഒക്കെ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ അർണവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആഘോഷം ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അവർക്ക് അതൊരു രസമാണ്, കുട്ടികൾക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രസമാണ്. അതുപോലെ തന്നെ നമ്മൾ പാരൻസ് വരാണെങ്കിലും നമുക്ക് പാരൻസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, അങ്ങനെ അവരുമായിട്ട് വർത്തമാനം പറയാം, പരിചയപ്പെടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് നടവരമ്പ് അമ്പ് പെരുന്നാളിൻ്റെ കാര്യങ്ങളായിട്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല എന്താ പറയുക, നല്ല തിരക്കൊക്കെ ആയിരുന്നു. കാരണം വെടിക്കെട്ടിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അത് വെടിക്കെട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നടവരമ്പ് പള്ളി, ഇതാണ് ചർച്ച്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. വീഡിയോസൊക്കെ കാണൂ, ലൈക്ക് ചെയ്യൂ. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.